ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന പേരിൽ അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളുടെ ഒരു പരമ്പര തന്നെ ലോകത്തിന് വേണ്ടി സമ്മാനിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന സുവിശേഷ പ്രഘോഷണ പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മഹത്തായ 4ാമത്തെ എപ്പിസോഡിൽ പങ്കാളികളാകാൻ കർത്താവ് തന്റെ പരിശുദ്ധ ആത്മാവിനെ അയച്ച് നിങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന ഈ എപ്പിസോഡ് പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അജ്ഞാനി നാശത്തിലേക്ക് എന്നുള്ളതാണ്. 2 തെസലോണി 1-ാമത്തെ അധ്യായം 8ഉം 9ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഹല്ലേലൂയ. അനേകം വ്യക്തികൾക്ക് ഈ ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കണമെന്നും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് എന്റെ യേശു എനിക്ക് വേണ്ടി എന്താണ് കുരിശുമരണത്തിൽ ചെയ്തത് എന്ന് ബോധ്യപ്പെടണമെന്നും അങ്ങനെ യേശുവിനെ സ്വന്തം ജീവിതം രക്ഷിതാവും കർത്താവുമായി അവനവന്റെ അന്വേഷണത്തിലൂടെയും അധ്വാനത്തിലൂടെയും കണ്ടെത്തണമെന്നും ഉള്ളത് അവനവന്റെ ഡ്യൂട്ടിയാണെന്ന് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകം വ്യക്തികൾ തിരിച്ചറിയുന്നില്ല. അവരെന്താ ചിന്തിക്കണമെന്നറിയോ? അവര് ചിന്തിക്കണം എങ്ങനെയാണ്? ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച നിങ്ങളോട് പറയാം. അവിടെ ചില ആളുകള് ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവിടെ വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അപ്പൊ വിശ്വാസമുള്ളവര് വിശ്വാസം ഇല്ലാത്തവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവര് ഉടനെ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം, നീ നിന്റെ വിശ്വാസം കീപ്പപ്പ് ചെയ്യുക, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കട്ടെ, നിന്റെ വിശ്വാസം എന്റെ അടുത്തേക്ക് വരണ്ട, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് വിശ്വാസം കൊള്ളാം, നല്ലത്, നീ അത് കൈവച്ചോ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എങ്ങനെയുണ്ട് ഐഡിയ? ഹല്ലേലൂയ. അവനവന്റെ തന്നിഷ്ടപ്രകാരം നടക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ചില മുരട്ടുവാദങ്ങള്, അതിന്റെ ഏതെങ്കിലും രൂപം കേരളത്തിലുണ്ടോ? അതിന്റെ ഏതെങ്കിലും വകഭേദം നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കേരളത്തിൽ അനേകരുടെ കുടുംബങ്ങളിൽ നടമാടുന്ന ഒരു പ്രത്യേക അരാജകത്വമാണ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾ ആരെങ്കിലും കുടുംബത്തിലെ മറ്റു ചിലരോട് പറയുമ്പോ അവര് പറയണ ഒരു രീതി ഇങ്ങനെയാണ്: നീ പോയിക്കോ, ഞാൻ നിന്നെ തടസ്സപ്പെടുത്തുന്നില്ല, നീ എന്നെ നിർബന്ധിക്കാൻ വേണ്ടി വരണ്ട. ഹല്ലേലൂയ. നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, ഞാനായിട്ട് അത് തടസ്സപ്പെടുത്തണില്ല, പക്ഷേ നീ എന്നെ നിർബന്ധിക്കാൻ വേണ്ടി വരണ്ട. അങ്ങനെയുണ്ടോ? ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. ചേട്ടത്തി ചേട്ടനോട് പറയാണ്: ചേട്ടാ, ദേ പള്ളിയിൽ ധ്യാനം നടക്കട്ടെ, നമുക്ക് പോണം. ചേട്ടാ, ദേ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇതേ ഒരു നല്ല ധ്യാനം വന്നിട്ടുണ്ട്, നമുക്ക് പോണം. ഉടനെ ചേട്ടൻ പറയും: ഓക്കെ ഓക്കെ, പൊക്കോ പൊക്കോ, നീ പൊക്കോ, എന്നെ വിളിക്കണ്ട, ഞാൻ വരുന്നില്ല, എന്നെ അതിനോട് നോക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിന്റെ വേറൊരു രൂപമുണ്ട്, അത് ഇത്തിരി കടന്ന രൂപമാണ്. അതെന്താണെന്നറിയോ? എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അനേകം വ്യക്തികളെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയിൽ സാത്താൻ ഇന്ന് ലോകത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയിൽ തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഓരോ ധ്യാനങ്ങൾ കൂടി കഴിയുമ്പോഴും അനേകം വ്യക്തികൾ പറഞ്ഞ കാര്യമുണ്ട്: ഇപ്പോഴാണ് ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അതിന്റെ അർത്ഥം അതിനു മുമ്പ് അവർ ക്രിസ്ത്യാനികളായിരുന്നു എങ്കിലും
അവരോട് ഈ കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല, അവർ അജ്ഞതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചെല്ലാം ഒരു വ്യക്തി അജ്ഞതയിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് ദൈവമായ കർത്താവ് അവരെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്, അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. അജ്ഞതയിൽ ഇരിക്കുന്നവർ നാശത്തിലേക്ക്, അജ്ഞാനി നാശത്തിലേക്ക് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തെ പഠിപ്പിക്കുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതത്തിലും ഇതിന്റെ മറ്റൊരു പ്രബോധനം നമ്മൾ വായിക്കുന്നുണ്ട്. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും കേട്ട് ദൈവരാജ്യത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിൽ ആനന്ദം കണ്ടെത്തുകയോ ചെയ്യാതെ തീറ്റയിലും കുടിയിലും ആനന്ദം കണ്ടെത്തുന്നവര്, ലോകപ്രകാരമുള്ള സംഗതികളിൽ ആനന്ദം കണ്ടെത്തുന്നവര്, കാറിലും കമ്പ്യൂട്ടറിലും ആനന്ദം കണ്ടെത്തുന്നവര്, ലോക വസ്തുക്കളിൽ ആനന്ദം കണ്ടെത്തുന്നവര് നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് സംശയരഹിതമായി ലോകത്തെ പഠിപ്പിക്കുകയാണ്. തൽഫലമായി സത്യത്തിൽ ആഹ്ലാദിക്കാതെ, സത്യത്തിൽ വിശ്വസിക്കാതെ, യേശുവിൽ വിശ്വസിക്കാതെ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കാതെ, ദൈവവചനങ്ങളിൽ വിശ്വസിക്കാതെ തന്നിഷ്ടപ്രകാരം ജഡമോഹങ്ങളിൽ അർമാദിച്ച് നടക്കുന്നവരെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഹല്ലേലൂയ. അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് വ്യക്തമായി ദൈവപുത്രനായ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ സുവിശേഷ പ്രസംഗത്തിലൂടെ ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിലും രക്ഷകനെ കുറിച്ച് പ്രഘോഷിച്ച അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലും ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും, ഇത് കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അജ്ഞത പുലർത്തുന്നവരുണ്ടെങ്കിൽ അവർ നിത്യശിക്ഷയ്ക്ക് അല്ലെങ്കിൽ അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് തന്നെ ദൈവത്തിന്റെ തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അറിയുക, യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു നിയോഗമാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതല്ല. എന്താണ് ഇതിനെക്കുറിച്ച് തിരുലിഖിതം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ദൈവത്തിന്റെ വചനം ഈ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 36-ാമത്തെ തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, പുത്രനിൽ വിശ്വസിക്കുകയും അവനെ അറിയുകയും ചെയ്യുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ വിശ്വസിക്കാത്തവനോ അവൻ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാതെ, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ, ആത്മീയതയെക്കുറിച്ച് അറിയാതെ, സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയാതെ, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാതെ വെറും ലോകപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എനിക്കും നിങ്ങൾക്കും അറിവുള്ളതെങ്കിൽ അവൻ ദൈവ കോപത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കും, നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് അറിവ് കൂടുതലുള്ളത്? ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ സകല കാര്യങ്ങളെ കുറിച്ച് അറിയാം. അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊരു കാര്യത്തിൽ ആ ചൊവ്വാഗ്രഹത്തിലുള്ള ആ പാറകഷ്ണത്തിന്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ എന്താന്ന് പോലും പോയി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ഈ കാര്യത്തെക്കുറിച്ച് എന്തറിയാം? കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്, സംശയമില്ല.
ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം അറിവുള്ളവരാണ്. എന്നാൽ ആ അറിവിനെ ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 19 അധ്യായത്തിൽ 22 തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, തിന്മയിലുള്ള അറിവ് അറിവല്ല. തിന്മയിലുള്ള അറിവ്, ലോകപ്രകാരമുള്ള അറിവ് ജ്ഞാനമായി കണക്കാക്കരുത്. ലോകപ്രകാരമുള്ള അറിവ് അറിവല്ല. പിന്നെ എന്താണ് അറിവ്? സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൽ 9 അധ്യായം 10 തിരുലിഖിതം, സുഭാഷിതങ്ങൾ 9:10 പഠിപ്പിക്കുകയാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഈ പരിശുദ്ധനായവനെ കുറിച്ച് എത്രമാത്രം അറിവ് എനിക്ക് നിങ്ങൾക്കുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നവര്, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് തങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഈ വചനം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധനായവനെ അറിയാൻ വേണ്ടിയുള്ള ദൈവവിളി പ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ, ഈ സ്വരം കേൾക്കുമ്പോൾ, ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായവനെ അറിയാൻ വേണ്ടി വിളിയുള്ളവരാണ് ഈ ലോകത്തുള്ള ഓരോ മനുഷ്യനും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സമയം മാറ്റിവെച്ചത് വഴി നിങ്ങളുടെ വലിയൊരു ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവമായി കർത്താവ് നൽകിയിരിക്കുന്ന ഒരു നിയോഗം ഇപ്പോൾ നിങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായവനെ അറിയാൻ വേണ്ടി നിയോഗമുള്ളവരാണ് ഞാനും നിങ്ങളും. സുഭാഷിതങ്ങളുടെ പുസ്തകം 9:10 പഠിപ്പിക്കുകയാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികള് തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ അറിയാൻ അവർ ഉത്സാഹിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് അറിയാൻ ഉത്സാഹം പോരാ. ദൈവരാജ്യത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. നിത്യരക്ഷയെക്കുറിച്ച് പരിജ്ഞാനമില്ല. ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ച് പരിജ്ഞാനമില്ല. വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി വേണം ഞാൻ നിങ്ങളും ഓരോ കാര്യത്തിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം അതിൽ 9 തിരുലിഖിതം, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ദൈവം ഈ ഭൂമിയിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സൗജന്യമായി വർഷിച്ചു കൊടുക്കും. സമുദ്രത്തിലെ ജലം ആരെങ്കിലും അവിടെ കൊണ്ട് ഒഴിച്ചു ഉണ്ടാക്കിയതാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ ഉണ്ടായി. തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി? ദൈവം സൃഷ്ടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമുദ്രത്തിൽ ജലത്തിന്റെ സമൃദ്ധി എങ്ങനെ ദൈവം കൊടുത്തുവോ അതുപോലെ തന്നെ ഈ ഭൂമി മുഴുവനിലേക്കും, സകല ജാതികളിലേക്കും, എല്ലാ ജനപദങ്ങളിലേക്കും, എല്ലാ ഗോത്രങ്ങളിലേക്കും, എല്ലാ വംശങ്ങളിലേക്കും യേശുവിനെ കുറിച്ചുള്ള അറിവ് ദൈവം വർഷിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ വിഷനിലൂടെയും അതുപോലെ തന്നെ ഷാലോം ടിവിയിലൂടെയും മറ്റനേകം TV ചാനലുകളിലൂടെയും അനേകം സുവിശേഷ പ്രസംഗകരിലൂടെയും പരിശുദ്ധാത്മാവിന്റെ മറ്റനേക വിധങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയും ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയും. അങ്ങനെ നിറയുന്ന കാലഘട്ടത്തിൽ നിങ്ങളിൽ എന്തെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിറയുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവര് എന്തെങ്കിലും അറിവ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സമയത്തിന്റെ കുറെ സമയം കർത്താവിനെ കുറിച്ച് പഠിക്കാനും കർത്താവിനെ കുറിച്ച് പറയാനും കർത്താവിനെ കുറിച്ച് അന്വേഷിക്കാനും മാറ്റിവെക്കണം എന്ന് തന്നെ വിശുദ്ധ ലിഖിതം നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവം ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയാൻ ദൈവം ആ അറിവ് വർഷിച്ചു കൊടുക്കും.
എന്ന് പറഞ്ഞാൽ ഓരോ സീസണിൽ ഇപ്പൊ മൺസൂൺ കാലം വരുമ്പോൾ മുകളിൽ നിന്ന് ചുമ്മാ മഴയങ്ങ് വീഴണത് പോലെ ചില പ്രത്യേക കാലഘട്ടം വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഭൂമിയിലേക്ക് സൗജന്യമായി ദൈവം ആര് ചോദിച്ചാലും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ അങ്ങനത്തെ കാലഘട്ടത്തിലാണ്. 1ാം ക്ലാസ് പഠിക്കാത്തവരായാലും PhD എടുത്തവരായാലും ആര് ചോദിച്ചാലും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ദർശനങ്ങളും ഭാഷാവരങ്ങളും പരിശുദ്ധാത്മാ നിറവും ഇന്ന് കർത്താവ് ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും തന്റെ വാഗ്ദാന പ്രകാരം തന്റെ ഇഷ്ടത്തിനോട്ട് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് അട്ടപ്പാടിയുള്ളവർക്കും അമേരിക്കയുള്ളവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും തന്റെ ഇഷ്ടത്തിനൊത്ത് അവിടുന്ന് തന്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതാണ് യെശയ്യാ 55-ാം അധ്യായം 6-7 വാക്യങ്ങൾ പറയുന്നത്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് ആരായണം. ഇത് എങ്ങനെ കിട്ടും, എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ കൂടുതൽ പഠിക്കാം, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉത്സാഹിക്കണം. നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കണം. അവിടുന്ന് അരികത്തുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തന്റെ മാർഗങ്ങളും അധർമ്മി തന്റെ ചിന്താഗതികൾ ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തന്നെ അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. ഞാൻ പാപിയാണല്ലോ, ഞാൻ ദുഷ്ടനാണല്ലോ, ഞാൻ കൊള്ളപ്പലിശക്കാരനാണല്ലോ, ഞാൻ കൈക്കൂലിക്കാരനാണല്ലോ, എന്റെ ദൈവം ഞാൻ ചെന്നാൽ എനിക്ക് അറിവ് തരുമോ? ഇങ്ങനെ ചിന്തിക്കരുത്. അധർമ്മി തന്റെ ചിന്താഗതികളും ദുഷ്ടൻ തന്റെ മാർഗങ്ങളും ഉപേക്ഷിക്കട്ടെ. എന്നിട്ട് അവരെല്ലാവരും കർത്താവിനെ കുറിച്ച് അറിവിന് വേണ്ടി അവർ ഓടട്ടെ. കർത്താവ് തന്റെ പക്കലേക്ക് തിരിയുന്നവരോട് ഉദാരമായി ക്ഷമിക്കും എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധനം നമ്മൾ കാണുന്നുണ്ട്. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ കർത്താവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിന്റെ ഭവനത്തിന് നേരെ പുറപ്പെട്ട് അതിനെ വീഴ്ത്തിക്കളയും. ബഥേലിൽ ഒരുവനും അത് കെടുത്താൻ ആവില്ല. ആർക്കും കെടുത്താൻ പറ്റാത്ത വിധമുള്ള ഒരു അഗ്നികുണ്ഡമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ അന്വേഷിക്കാനല്ലേ ഈ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കാത്തവരെ കുറിച്ച് ദൈവത്തിന് മതിപ്പില്ല എന്ന് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. ന്യായത്തെ കീഴ്മേൽ മറിക്കുകയും നീതിയെ നിലത്തെറിയുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി ഉണരുക എന്നാണ് പരിശുദ്ധാത്മാവ് തിരുലിഖിതങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം അനുഭവിക്കും. നമ്മൾ കുമ്പസാരവും കുർബാനയും ബൈബിൾ വായനയും സന്ധ്യാപ്രാർത്ഥനയും നടത്തുന്നത് വെറുതെയല്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ അറിയാൻ വേണ്ടിയുള്ള അധ്വാനത്തിന്റെ ഭാഗമാണത്. നമ്മൾ ധ്യാനത്തിന് പോകുന്നതും പള്ളിയിൽ പോകുന്നതും വെറുതെയല്ല. വചനപ്രഘോഷണത്തിന് പോകുന്നതും ഓരോ കാസറ്റുകളും പുസ്തകങ്ങളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ആത്മീയ ഗ്രന്ഥങ്ങളും വാങ്ങുന്നതും വായിക്കുന്നതും കൊടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വെറുതെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിനെ കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടി ഞാൻ നിങ്ങളും അന്വേഷിക്കണം, അന്വേഷിച്ച് പുറപ്പെടണം, അധ്വാനിക്കണം, അതിനുവേണ്ടി ഉത്സാഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുഞ്ഞുങ്ങളും ബാലികാബാലന്മാരായിട്ട് മാതാപിതാക്കന്മാര് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ ഒരു ഇംഗിതം, ഈ കുഞ്ഞുങ്ങള് ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിനെ കുറിച്ചുള്ള അറിവിൽ വളരണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 15-ാം തിരുലിഖിതം. ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് അറിവുള്ള മക്കളെയാണ് കുടുംബത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിൽ വളരുന്ന മക്കൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രമുണ്ട്? ഓരോ തരത്തിലുള്ള കുനിഷ്ഠ കാര്യങ്ങളും സർവത്ര വിദ്യകളും അവർക്കറിയാം. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്രമാത്രം അവർക്ക് കിട്ടിയിട്ടുണ്ട്? ഓരോ കുടുംബത്തിലും വളരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ആ കുഞ്ഞുങ്ങൾ ശൈശവത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ വളരണം.
ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോബിന്റെ പുസ്തകം 24:13 പഠിപ്പിക്കുകയാണ്, പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസം ചെയ്ത് കൊള്ളാം, നിങ്ങളുടെ കയ്യിരുന്നോട്ടെ, എന്നോടൊന്നും പറയണ്ട. എനിക്ക് കള്ളു കുടിക്കണം, എനിക്ക് തോന്നിയാസത്തിന് പോകണം, എനിക്ക് തോന്നിയാസം ജീവിക്കണം, തന്നിഷ്ടപ്രകാരം ജീവിക്കണം, എന്നെ ആര് പഠിപ്പിക്കാൻ വരണ്ട. അത് പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനോട് മല്ലടിക്കുന്ന തരത്തിലുള്ള ആത്മാവിന്റെ ബന്ധനത്തിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതിയാണ്. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും ഒരു വലിയ വ്യത്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ദൈവമേ, ഈ ലോകത്തിൽ അത്ഭുതകരമായി ദൈവിക അറിവ് അവിടുന്ന് വർഷിക്കുമ്പോൾ എനിക്കും എന്റെ കുടുംബത്തിനും ദൈവത്തെക്കുറിച്ച് അറിയണം, എനിക്ക് എന്റെ കുടുംബത്തിന് സ്വർഗത്തെക്കുറിച്ച് അറിയണം, എനിക്ക് എന്റെ കുടുംബത്തിന് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അറിയണം, എനിക്ക് എന്റെ കുടുംബത്തിന് നിത്യരക്ഷയെ കുറിച്ച് അറിയണം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത ഭൂമുഖത്ത് ഉയർന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്ന ജനത ഭൂമുഖത്ത് ഉയർന്നു വരുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് കർത്താവ് വരെ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുക്കുക എന്ന് വടക്കിനോടും തടയരുത് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളുടെ പുത്രിമാരെയും കൊണ്ടുവരുവിൻ. യെശയ്യാ 43 അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. യെശയ്യാ 43 അധ്യായം 6 മുതലുള്ള തിരുലിഖിതങ്ങൾ. എന്റെ നാമമഹത്വത്തിനോട് ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എന്റെ മക്കളുമായ എല്ലാവരെയും എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന വടക്കിനോടും തടയരുത് തെക്കിനോടും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിലെ പുത്രിമാരെയും കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവം ഈ നിമിഷം ഓരോ മകനെയും ഓരോ മകളെയും തൊട്ടുവിളിക്കുകയാണ്. എന്റെ മകനെ, എന്റെ മകളെ, നീ യേശുവിലേക്ക് വരിക, നീ യേശുവിനെ അറിയുക, നീ യേശുവിനെ അറിയുക, നീ യേശുവിലേക്ക് വരിക. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടത്ത, നിൻ ഹൃദയത്തിലവനിടത്ത. കരങ്ങൾ കൂപ്പി നീ യേശുവിങ്കൽ വാ, കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ ഹൃദയത്തിലവനിടത്ത. എല്ലാ ദൈവമക്കളും കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഒത്തിരി എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം തൊട്ട് വിളിക്കുന്ന സമയമാണിത്. ഹൃദയം നുറുങ്ങി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. യേശുവേ, മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യനിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായി നോത്തു വന്നിടുക. മനുഷ്യനിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായി നോത്തു വന്നിടുക. നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടത്ത, നിൻ ഹൃദയത്തിലവനിടത്ത. എല്ലാവരും ഇപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്റെ ദൈവമായ പിതാവ്, എനിക്ക് ജീവനും ജീവിതവും തന്നവൻ, എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൻ, യുഗായുഗങ്ങളോളമുള്ള എന്റെ ആത്മാവിന്റെ സ്ഥിതി അറിയുന്നവൻ ഈ മണിക്കൂറിൽ തൊട്ട് വിളിക്കുകയാണ്. എന്റെ ആത്മാവിനോട് സംവദിക്കുന്ന സമയമാണിത്. വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. ദൈവമേ, വരുമ്പോൾ നീ എന്തു കൊണ്ടുവന്നു, ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടുപോകും. എങ്ങനെ നീ
ലോകത്തിൽ വന്നു ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും? എങ്ങനെ നീ ലോകത്തിൽ വന്നു ഇനി എങ്ങനെ ഈ ലോകം വിട്ടു പോകും? യേശുവേ, നീ യേശുവിങ്കൽ വാ, രക്ഷിതാവേ, ഹൃദയത്തിലവരിടത്ത നിൻ ഹൃദയത്തിലവരിടത്ത രണ്ട് കരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഹൃദയത്തിലെ ഉൾക്കണ്ണുകൾ കൊണ്ട് ഗാഗുൽത്താമലയിൽ കുരിശിൽ തൂങ്ങി പിടഞ്ഞു പിടഞ്ഞ് മരിച്ച രക്ഷിതാവായ യേശുവിനെ കാണുക. ശിരസ് മുതൽ പാദ വരെ ചോരയിൽ മുതിർന്നവനായ യേശു, എന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി കുരിശിൽ മരിച്ച എന്റെ രക്ഷിതാവായ യേശു. ആ യേശുവിനെ കുറിച്ച് അറിയണം, ആ യേശുവിനെ കുറിച്ച് അറിയണം, ആ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയണം. കരങ്ങളെ ഉയർത്തുക, മനസ്സ് തുറക്കുക. ആരാണോ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് അവന്റെ മേലാണ് സമ്പത്ത് വർഷിക്കപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ മനസ്സ് തുറന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ പരിമളം നിറയട്ടെ. യേശുവേ, യേശുവേ, മനുഷ്യരിൽ ദൈവഭയമില്ല, ഭൂവിൽ മനുഷ്യർക്കു സമാധാനമില്ല. മനുഷ്യനിൽ ദൈവം തന്റെ കോപം വരാൻ കാലമായും ഓർത്തു വന്നിടുക. ദൈവമേ, നീ യേശുവിങ്കൽ വാ, നിൻ ഹൃദയത്തിലവനിടത്ത നിൻ ഹൃദയത്തിലവനിടത്ത നിൻ ഹൃദയത്തിലവനിടത്ത നിൻ ഹൃദയത്തിലവനിടത്ത. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
ഓസ്തിരൂപനേശുവേ കാത്തിരിപ്പൂ നിന്നെ ഞാൻ നീ വരേണേ മാനസേ ജീവിതം ധന്യമാക്കുവാൻ ആത്മാവിൽ നിറയുക നീ അതിരില്ല സ്നേഹമോടെ അലിവോടെ അണയുക നീ ഈശോ എൻ്റെ മാനസേ. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കും. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും യേശുവിന് നാമത്തിലുള്ള വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ പറ്റാതെ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഇതാ ദൈവം അറിയുന്നു. ക്ഷമിക്കാനും സ്നേഹിക്കാനും പറ്റാതെ ക്ലേശിക്കുന്ന മനസ്സുകളെയും ജീവിതങ്ങളെയും ഇതാ യേശു അറിയുന്നു. വലിയ നിരാശയിലും ആത്മഹത്യാ പ്രവണതകളിലും കുടുങ്ങി കിടക്കുന്നവരെ ഇതാ യേശു അറിയുന്നു. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിടുതൽ നൽകുന്നവനായ ദൈവം തൊട്ട് വിളിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകളെ ഞാൻ പൊട്ടിച്ചു. കഴുത്തിലെ ചങ്ങലകളെ മുറിക്കുന്നൊരു ദൈവം ബൈബിളിലുണ്ട്. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, അടിമച്ചങ്ങലകൾ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഓരോ ബന്ധനങ്ങൾ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാം. മക്കളെ, 2 കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എന്താണോ ജീവിതത്തിൽ തകർച്ചയായി അനുഭവപ്പെടുന്നത്, എന്താണോ ജീവിതത്തിൻ്റെ കണ്ണുനീരിന് കാരണമായിരിക്കുന്നത്, ആ അടിമത്തത്തിൻ്റെ അന്ധകാര കോട്ടകൾ യേശുവിൻ്റെ രക്തത്താൽ തകരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, എല്ലാ അന്ധകാര കോട്ടകളെയും തകർക്കണമേ, എല്ലാ അടിമച്ചങ്ങലകളെയും പൊട്ടിക്കണമേ. ഒരു വിടുതലിൻ്റെ മഹോത്സവം, ഒരു വിടുതലിൻ്റെ മഹാ ഇടപെടൽ അവിടുന്ന് ഇപ്പോൾ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു വിടുതലിൻ്റെ ഉത്ഥാനം, ഞങ്ങൾക്കൊരു വിടുതലിൻ്റെ അനുഭവം നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ, 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 യേശുവേ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങലഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. എല്ലാവരും ഇപ്പോൾ കരങ്ങൾ പ്രാർത്ഥിക്കുന്നു. കെട്ടുകൾ പൊട്ടട്ടെ, പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇടപെടുന്ന കർത്താവേ, ആരാധന, ആരാധന, ആരാധന. ഓരോ മകനും മകളും ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെക്കുകയാണ്. ഇതാ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ സമർപ്പിക്കുകയാണ്.
യേശുവേ, യേശുവേ, ഒരുപാട് നാളുകളായി ശാപത്തിൽ കൊണ്ട് തകരുന്ന ജീവിതമാണ് ഞങ്ങളത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് തകർച്ചയുണ്ട്, തലമുറകളായി തകർച്ച. എത്ര അധ്വാനിച്ചാലും 5 പൈസയുടെ മേൽഗതിയില്ല. എത്ര പണം വീട്ടിൽ കൊണ്ടുവന്നാലും കർത്താവെ ഞങ്ങൾക്ക് ഒരു മേൽഗതിയും കിട്ടുന്നില്ല. 5 പൈസയുടെ മേൽഗതിയില്ലാത്തത് തകരുകയാണ്. എവിടെ ജോലിക്ക് പോയാലും 6 മാസം കൂടി നിൽക്കാൻ പറ്റുന്നില്ല. കറങ്ങി തിരിഞ്ഞു പോവുകയാണ്. എത്ര പഠിച്ചാലും ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചാലും ആത്മീയ അഭിവൃദ്ധി കിട്ടുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും വീട് വെക്കാൻ പറ്റുന്നില്ല. എത്ര അന്വേഷിച്ചിട്ടും വിവാഹങ്ങൾ നടക്കുന്നില്ല. ഓ ദൈവമേ, ഓരോ തടസ്സങ്ങൾ ഞങ്ങൾ അലട്ടുകയാണ് കർത്താവേ. മരണത്തെ ജയിച്ചവനെ, സകല തിന്മകളുടെ മേൽ അധികാരമുള്ളവനെ, ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് എല്ലാ അന്ധകാര തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ കുടുംബങ്ങളും തടസ്സങ്ങളും ശാപങ്ങളും തിന്മകളും പാപക്കെട്ടുകളും പൊട്ടിച്ച് വിടുതൽ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഒരു നിമിഷം ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 65-ാം അധ്യായം 2-ാം തിരുലിഖിതം. കർത്താവേ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓരോ ഭാരങ്ങളുമായും അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിതാ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഒരു നിമിഷം നിശബ്ദതയിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും സുഖപ്പെടുത്തണമേ. എൻ്റെ കുടുംബാംഗങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഓ ബെത്സൈദ കുളക്കരയിൽ 38 വർഷം രോഗിയായി കിടന്ന, ആരുമില്ലാത്ത അനാഥത്വത്തിൻ്റെ വേദന സഹിച്ച മകൻ്റെ മേലെ ഇടപെട്ടവനെ, ഇന്ന് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ,